കാപ്പ കേസ് പ്രതിയെ ചുവന്ന മാലയിട്ട് CPM-ലേക്ക് കൈപിടിച്ചു കയറ്റുകയാണ് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും അതിന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുകയാണ് മന്ത്രി വീണ ജോർജും. പാർട്ടിയിലേക്കുള്ള ഈ ക്രിമിനൽ അഡ്മിഷനെ ന്യായീകരിക്കുകയാണ് നേതാക്കൾ. കൊട്ടേഷൻ സംഘങ്ങളെ അലക്കി വെളുപ്പിക്കുന്ന വാഷിംഗ് മെഷീനാണോ പത്തനംതിട്ട CPM? സഖാവേ വരൂ, വിപ്ലവ പാർട്ടിയിലേക്ക് സ്വാഗതം. വധശ്രമവും സ്ത്രീകളെ ഉപദ്രവിക്കുകയുമടക്കം ഒട്ടേറെ കേസുകളിൽ പ്രതിയായ ഇഡ്ഡലി എന്ന ശരൺചന്ദ്രനെ മാലയിട്ട് സ്വീകരിച്ച് CPM. കുമ്പഴയിൽ നടന്ന സമ്മേളനത്തിൽ മന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിലാണ് ഇഡ്ഡലിക്ക് CPM അംഗത്വം നൽകിയത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സ്ത്രീയെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് ഇയാൾ. ഒരു സ്ത്രീയെ ആക്രമിച്ച കേസിലെ പ്രതിയെയാണോ വീണ ജോർജ് മുഷ്ടി ചുരുട്ടി സിന്ദാബാദ് വിളിച്ച് സ്വീകരിച്ചത്? മലയാലപ്പുഴ സ്റ്റേഷനിൽ ജീപ്പ് അടിച്ചു തകർത്ത കേസുകളും DYFI പ്രവർത്തകനെ ആക്രമിച്ച കേസിലും ശരൺകുമാർ പ്രതിയാണ്. BJP വിട്ട പ്രവർത്തകനെ ആക്രമിച്ച കേസിലും തീർന്നില്ല. തിയേറ്റർ അടിപിടി, തട്ടുകട അടിപിടി, അങ്ങനെ പോകുന്നു CPM-ലെ പുതിയ അഡ്മിഷനെതിരെയുള്ള കേസുകൾ. ശരൺചന്ദ്രനെതിരെ ആകെ 12 കേസുകളാണുള്ളത്. 11 കേസിനും രാഷ്ട്രീയ ബന്ധമുണ്ട്. ഇഡ്ഡലി എന്ന ശരൺചന്ദ്രൻ പ്രതിയായതെല്ലാം രാഷ്ട്രീയ സംഘർഷത്തിലാണെന്നും തെറ്റുകൾ തിരുത്താനാണ് ചെങ്കൊടി ഏന്തിയതുമെന്നാണ് പാർട്ടിയുടെ വിശദീകരണം. മലയാളപ്പുഴ സ്വദേശി ശരൺചന്ദ്രൻ ഉൾപ്പെടെ 60 പേരെയാണ് കഴിഞ്ഞ ദിവസം മന്ത്രിയും ജില്ലാ സെക്രട്ടറിയും ചേർന്ന് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. 25 വയസ്സിനിടെ 12ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇഡ്ഡലി എന്ന് വിളിക്കുന്ന ശരൺ. 2023 ജൂലൈയിൽ ഇയാൾക്കെതിരെ പോലീസ് കാപ്പ ചുമത്തി. കാപ്പ ചുമത്തപ്പെട്ട ശരൺചന്ദ്രനെ നാടുകടത്താതെ താക്കീത് നൽകി വിടുകയായിരുന്നു. എന്നാൽ പിന്നീട് പത്തനംതിട്ട സ്റ്റേഷനിലെ കേസിൽ ഇയാൾ പ്രതിയായതോടെ കാപ്പ ലംഘിച്ചതിന് മലയാലപ്പുഴ പോലീസ് ശരണിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ജൂൺ 23-നാണ് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. ശരൺ നേരത്തെ BJP അനുഭാവിയായിരുന്നു. നവംബറിൽ ശരൺചന്ദ്രനെതിരെ അടിപിടി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനോടൊപ്പം കാപ്പ കേസ് വ്യവസ്ഥകളുടെ ലംഘനത്തിന് പുതിയ കേസും എടുത്തിരുന്നു. ഒളിവിൽ പോയ ശരണിനെ 2024 ഏപ്രിൽ 16-നാണ് പിടികൂടിയത്. കേസുകളെല്ലാം ഒഴിവാക്കി നൽകാമെന്ന ധാരണയിലാണ് പാർട്ടി പ്രവേശനം എന്നാണ് സൂചന. വിപ്ലവകാരി പാർട്ടിയിൽ വന്നതുപോലെയാണ് CPM നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ പ്രതികരണമെന്നും മുൻപ് പാർട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിലും തെറ്റായ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ശരൺചന്ദ്രനെ പുറത്താക്കുകയുമായിരുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പ്രതികരിച്ചു. അല്ല, അറിയാതെ ചോദിക്കുകയാണ്, പാർട്ടിക്ക് എന്തിനാണ് അറിയപ്പെടുന്ന റൗഡികൾ? CPM-ൽ ചേരാനുള്ള ഒരു മിനിമം യോഗ്യത എന്താണ്? ഏതുതരം ആളുകളെയാണ് നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്? CPM-ന്റെ ഒരു പൊതുവായ ഐഡിയോളജി നോക്കാം. അതായത് CPM-നെ സംബന്ധിച്ചിടത്തോളം RSS എന്നത് ഒരു തീവ്ര വലതുപക്ഷ വർഗീയ സംഘടനയാണല്ലോ. പിന്നെ എന്തിനാണ് ഒരു BJP അനുഭാവിയെ പാർട്ടിയിലേക്ക് എടുത്തത്? അത്രയും ചീപ്പാണോ ഈ CPM മെമ്പർഷിപ്പ്? ക്രിമിനലുകളെ അലക്കി വെളുപ്പിക്കാനാണോ CPM? അങ്ങനെ അലക്കി വെളുപ്പിക്കുന്നത് കൊണ്ട് എന്താണ് നിങ്ങളുടെ പാർട്ടി ഉദ്ദേശിക്കുന്നത്? അല്ല, നവകേരള സദസ്സിലെ രക്ഷാപ്രവർത്തനം നമ്മളെല്ലാവരും വിശ്വസിച്ചതല്ലേ? അപ്പോൾ ഈ ശരൺകുമാറിന്റെ മാനസാന്തരവും നമ്മൾ വിശ്വസിക്കണം. പിന്നെ ഇപ്പോൾ CPM-ലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ യോഗ്യതയും ശരൺകുമാറിനുണ്ടല്ലോ. എന്തായാലും പാർട്ടിയിലേക്ക് സ്വാഗതം സഖാവേ.